ചെമ്പനീർ പൂവിൻ്റെ വരും എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ആത്മാർത്ഥ സുഹൃത്താണല്ലോ ഭാമ. ആ ഭാമ തന്നെ ചന്ദ്രയുടെ ഉള്ളിലിരിപ്പ് കണ്ട് ഞെട്ടിരിക്കുവാണ് വരും എപ്പിസോഡുകളിൽ. അതെന്താണ് കഥ എന്ന് വെച്ചാൽ, നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ വിശേഷങ്ങൾ ചന്ദ്ര അന്വേഷിക്കുന്നതിൽ നിന്നും പുറകോട്ട് മാറിയിരിക്കുവാണല്ലോ. കാരണം അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി, സച്ചിയുടെ പ്രശ്നം. സച്ചി വർഷയുടെ അച്ഛനെ കയറി ഇടിച്ചതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടേക്ക് പോയിരിക്കുവാണ്. ശ്രീകാന്ത് പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ, അതിൻ്റെ വിഷമത്തിലാണ് ചന്ദ്ര. അപ്പോൾ അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിലാണ് ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അച്ഛനെ പറ്റി ശ്രുതിയോട് ചോദിക്കുന്നത്. ശ്രുതി, നിന്റെ അച്ഛൻ എവിടെ? ഫ്ലൈറ്റ് കയറി എന്നൊക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോകുവേ. കാരണം ചന്ദ്ര ഇപ്പോഴൊന്നും ആ കാര്യത്തെപ്പറ്റി ചോദിക്കില്ല എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ശ്രുതി. കാരണം ചന്ദ്രയുടെ മനസ്സ് മൊത്തം ശ്രീകാന്തിലോട്ടായിരുന്നല്ലോ. അത് മീരയോട് പറയുകയും ചെയ്തായിരുന്നു ശ്രുതി, ആൻറ്റി ഇനി ഇപ്പോഴൊന്നും എൻ്റെ അടുത്ത് അച്ഛനെ പറ്റിയൊന്നും ചോദിക്കത്തില്ല, കാരണം നമ്മ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു പ്രശ്നമാണല്ലോ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലായിരുന്നു ശ്രുതി. പക്ഷെ ചന്ദ്രയുടെ പെട്ടെന്നുള്ള ചോദ്യം കാരണം ശ്രുതി അങ്ങോട്ട് ഞെട്ടിപ്പോയേ. എന്താ ശ്രുതി, എവിടെ നിന്റെ അച്ഛൻ? വല്ല ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുവാണോ എന്നൊക്കെ രവീന്ദ്രനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് എന്ത് പറയണമെന്ന്, പെട്ടെന്നുള്ള ചോദ്യം ആയതുകൊണ്ട് ശ്രുതിക്ക് എന്ത് പറയണമെന്ന് പറ്റാണ്ടായി. ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ഛർദ്ദിക്കാൻ വന്ന പോലെ കാണിച്ചിട്ട് ഓടിപ്പോകുവേ. അപ്പോൾ ശ്രുതിയും പുറകെ പോകും. എന്താ ശ്രുതി, എന്ത് പറ്റി? വയറ്റിന് പിടിച്ചില്ലേ ഭക്ഷണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും കഴിച്ചില്ലല്ലോ, എനിക്ക് കുറച്ച് ദിവസമായി ഭയങ്കര തലചുറ്റലും ഛർദിലും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്ക് പെട്ടെന്നൊരു സംശയം. ചന്ദ്ര ചോദിക്കും, കുറച്ച് ദിവസമായ മോളെ തുടങ്ങിയിട്ട്? ആ, കുറച്ച് ദിവസമായ ആൻറ്റി തുടങ്ങിയിട്ട്. നിനക്ക് ഭക്ഷണത്തോട് വല്ലാത്ത കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? വല്ല ഭക്ഷണത്തോടൊക്കെ കൊതി തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ, കൊതി തോന്നുന്നുണ്ട് ആൻറ്റി. നിനക്ക് ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ ശ്രുതി പറയും, ആ, അതും തോന്നുന്നുണ്ട് ആൻറ്റി. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ എനിക്ക് സന്തോഷമായ മോളെ, സന്തോഷമായ മോളെ എന്ന് പറഞ്ഞ് ശ്രുതിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് ശ്രുതിനോടും ഭയങ്കര സന്തോഷത്തിൽ, ശ്രുതി എനിക്ക് സന്തോഷമായടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആ സങ്കടങ്ങളൊക്കെ, അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളൊക്കെ മറന്നങ്ങോട്ട് സന്തോഷിക്കുവാണ്. എന്നിട്ട് രേവതിയോട് പറയും, രേവതി നീ ഓടിപ്പോയി കുറച്ച് മധുരം കൊണ്ടുപോകാന്നൊക്കെ പറയുവേ. ബാക്കി എല്ലാവരും ഈ ചന്ദ്രക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണ്. കാരണം ചന്ദ്രയുടെ സന്തോഷം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുവാണ്. സച്ചി രവീന്ദ്രനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര, എന്താ കാര്യം എന്ന് നീ പറ. അപ്പോൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരാൾ വരാൻ പോകുന്നു. അപ്പോൾ സച്ചിക്കൊന്നും മനസ്സിലാവില്ലേ, അതെന്താ പുതിയ ആൾ? എടാ, ശ്രുതിയുടെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര സന്തോഷിക്കുവാണ്. നിങ്ങളൊരു അപ്പൂപ്പനാവാൻ പോകുന്നു, ഞാനൊരു അമ്മമ്മയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ അധികം സന്തോഷിക്കുന്നതിന് മുമ്പ് നീ പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷെ നമുക്കൊരു ഡോക്ടറെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ട്. ശ്രുതി, നീ പോയി ഒരു ഡോക്ടറെ കണ്ട്, ശ്രുതി അവളെയും കൂട്ടി ഒരു ഡോക്ടറെ കണ്ട് കൺഫേം ആക്കിയിട്ട് വാ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, കൺഫേം ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിൻ്റെ വിശേഷം കണ്ടാൽ മനസ്സിലാവും. ശ്രുതിയെ കണ്ടപ്പോഴേ എനിക്ക് കുറച്ച് ദിവസമായി ഡൗട്ട്, അവളുടെ മുഖമൊക്കെ വല്ലാതെ വിളറിയിരിക്കുന്നുണ്ടായിരുന്നു, എന്തോ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു, അതേതായിരുന്നു കാര്യം, എനിക്ക് ഉറപ്പാണ് അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്, ഞാൻ അമ്മമ്മയാവാൻ പോവാണെന്ന് ചന്ദ്ര ഭയങ്കര സന്തോഷിക്കുവാണ്. എന്നിട്ട് ശ്രുതിയെ ഒരു കസേരയിലേക്ക് വിളിച്ചിരുന്ന് ചന്ദ്ര ഭക്ഷണമൊക്കെ വായിലിട്ട് കൊടുക്കുവാണ്. ഇനി നല്ലോണം ഭക്ഷണം കഴിക്കണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം മോളെ, പയ്യെ നടക്കണം, പയ്യെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സ്നേഹിക്കുവാണ് ചന്ദ്ര. കാരണം ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി, ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയായോണ്ട്. എന്നിട്ട് രവീന്ദ്രൻ പറയുമ്പോഴേക്കും ശ്രുതിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുവാണേ, ശ്രുതിയെ കാണിച്ച് കൺഫേം ആക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്ര നേരെ പൂജാമുറി കയറിയിട്ട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ നന്ദി, എൻ്റെ ശ്രുതിമോൾക്കൊരു കുഞ്ഞുവാവിനെ കൊടുത്തതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ആഘോഷിക്കുവാണ്. രവീന്ദ്രനോട് പറയും, എൻ്റെ ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയായി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾ തന്നെ ഗർഭിണിയാവണം ആദ്യമൊന്ന്. എന്ത് ചെയ്യാനാ, ആദ്യം കല്യാണം കഴിഞ്ഞത് ഇവളുടെയാണ്, പക്ഷെ അവൾക്ക് ഇതുവരെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. രണ്ടാമത്തെ മരുമോൾക്കാണ് ആദ്യം വിശേഷം ഉണ്ടായത്. ഏതായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവത്തിനറിയാം ആർക്ക് എപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിഷമിപ്പിക്കുകയാണ് ചന്ദ്ര. രേവതി അപ്പോൾ ഒന്നും മിണ്ടില്ല. രേവതി എന്നിട്ട് നേരെ അടുക്കളയിൽ പോകും. ചന്ദ്ര ഏതായാലും ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയായ സന്തോഷത്തിലാണ്. ഭാമയൊക്കെ വിളിച്ച് പറയുകയെ ശ്രുതിക്ക് വിശേഷം ഉണ്ടെന്നൊക്കെ. ഭാമയാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്നും ഒരുപാട് മാങ്ങയൊക്കെ ആയിട്ട് വരുവാണ് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട്.
ഭാമ വരുന്ന ടൈമിൽ ശ്രുതി ഉണ്ടാവത്തില്ല. ശ്രുതി ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ്. എന്നിട്ട് ചന്ദ്രനോട് പറയും, ചന്ദ്രേ ഇത് കോയമ്പത്തൂരിലെ പ്രത്യേക മാങ്ങയാണ്, ഞാൻ പറഞ്ഞു കൊണ്ടുവച്ചാണ്. ശ്രുതിക്ക് ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന ആലോചനയല്ലേ ശ്രുതിയുടെ. അപ്പോൾ ശ്രുതി മോക്ക് തന്നെ ആദ്യം വിശേഷം ഉണ്ടായാൽ എനിക്ക് വളരെ സന്തോഷം, നീ അമ്മൂമ്മയാവാൻ പോണേയല്ലേ, സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഘോഷിക്കുവാണ് രണ്ടുപേരും കൂടി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ അവരൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ, വിശേഷം പറയട്ടെ, എന്നിട്ട് പോരെ നിൻ്റെ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഉറപ്പാണ് എൻ്റെ ശ്രുതിമോളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് തന്നെയാണ് ചന്ദ്ര അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിയും കൂടി ഹോസ്പിറ്റലിൽ പോയി വരുവേ. ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താ ശ്രുതി, എന്ത് പറഞ്ഞു ഡോക്ടർ, എത്ര മാസമായെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി സോറി ആൻറ്റി, എനിക്ക് അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല, ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവേ. ചന്ദ്ര വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്രേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കണ്ട് കൺഫേം ആക്കിയിട്ട് സന്തോഷിച്ചാൽ മതിയെന്ന്. അപ്പോൾ നീ അത് ചെയ്തില്ല, എന്ത് സന്തോഷമായിരുന്നു. ശ്രുതി മോളെ നീ വിഷമിക്കണ്ട, എല്ലാം അതിൻ്റെ സമയത്ത് നടന്നോളും, നിനക്ക് കുഞ്ഞു താമസിയാതെ വരെയൊക്കെ ചെയ്യും, നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട്. രേവതിയും സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതിയെ, ശ്രുതി നീ വിഷമിക്കണ്ട, കുഞ്ഞ് എന്തായാലും ഉണ്ടാവും, ഇപ്പോഴത്തെ നെഗറ്റീവായതൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയും സമാധാനിപ്പിക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുവേ. നീ പോടി, നിൻ്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാം, നീ ഇവള് വിശേഷമായപ്പോൾ കുഞ്ഞ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അതായിരിക്കും എൻ്റെ ശ്രുതിമോളുടെ ഗർഭം പോയതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ പൊട്ടിത്തെറിക്കുവാണ് രേവതിയോട്. അപ്പോൾ സച്ചി പറയും, രേവതി നീ ഒന്നും മിണ്ടണ്ട, നീ പൊയ്ക്കോന്ന് പറയുവാണ്. ശ്രുതി ചന്ദ്രയോട് സോറി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഫുഡ് എന്തോ പിടിച്ചില്ല ആൻറ്റി, അതാണ് ആ ഛർദിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആ ലക്ഷണങ്ങളൊക്കെ പക്ഷേ ഗർഭിണികളുടെ ലക്ഷണമായിരുന്നു, അതാണ് ഞാൻ ഉറപ്പിച്ചതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പിന്നെയും പറയുന്നുണ്ട്, അതാണ് ഞാൻ കൺഫേം ആക്കാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പോകുവാണ്. പിന്നെ ഭാമയും ചന്ദ്രയും കൂടിയുള്ള സംഭാഷണങ്ങളാണ്. ഭാമ പറയുന്നുണ്ട്, ചന്ദ്ര നീ വിഷമിക്കണ്ട, ശ്രുതിമോൾക്ക് എന്തായാലും ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു, ഞാൻ കൊണ്ടുവന്ന മരുമോൾ തന്നെ ആദ്യം ഗർഭിണിയായത് ഓർത്തിട്ട്, പക്ഷെ നീ വിഷമിക്കേണ്ട ചന്ദ്രേ, എന്തായാലും ഉടനെ തന്നെ നിനക്ക് 3 മരുമക്കളുണ്ടല്ലോ, ആരെങ്കിലൊക്കെ ഉടനെ തന്നെ ഗർഭിണിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആര് ഗർഭിണിയായാലും ശരി, ശ്രുതിയും വർഷയും അവരിൽ ആരെങ്കിലും ഒരാൾ വേണം ആദ്യം ഗർഭിണിയാവാൻ. പക്ഷേ ആ രേവതി എങ്ങാനും ആദ്യം ഗർഭിണിയായാലേ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ, അവൾക്ക് കുഞ്ഞുണ്ടാവരുത്, ഈ അടുത്തൊന്നും കുഞ്ഞുണ്ടാവരുത്, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം ഞാൻ കാണേണ്ടി വരും, പിന്നെ അവൾ ഇവിടെ ആടി തിമിർക്കും സന്തോഷം കൊണ്ട്, എനിക്കതൊന്നും കാണാൻ വയ്യ, എനിക്ക് എൻ്റെ വർഷമോൾ അല്ലെങ്കിൽ ശ്രുതിമോൾ ഇവരിൽ ആരെങ്കിലും വിശേഷം ആദ്യം ആയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ അതിന് രേവതിയും നിൻ്റെ മരുമോളല്ലേ, ആ മരുമോളാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി, അവളെ ഞാൻ എൻ്റെ മരുമോളായിട്ടൊന്നും കൂട്ടിട്ടില്ല, അവൾക്കൊരു കുഞ്ഞും വേണ്ട, കുഞ്ഞിനെ കൊടുക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ഭാമ ഞെട്ടുന്നുണ്ട്. ഈ ചന്ദ്ര എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, കാരണം രേവതി ഒരു പാവം പെണ്ണാണല്ലോ, ഭാമക്ക് രേവതി ഇഷ്ടമാണ്, പക്ഷേ ചന്ദ്രക്ക് ഇഷ്ടമല്ല. രേവതി ആദ്യം ആവുകയാണെങ്കിൽ തന്നെ ചന്ദ്ര എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഭാമയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ചന്ദ്രയുടെ മറുപടിയൊക്കെ കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ദൈവം തരുന്നതല്ലേ ചന്ദ്രേ, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ വിചാരിക്കും, രേവതിയെ ഞാൻ എൻ്റെ മരുമോളായിട്ട് കൂട്ടിയിട്ടുമില്ല, എനിക്ക് എൻ്റെ ആദ്യത്തെ മരുമോൾ, അതായത് എൻ്റെ സുതിമോൻ്റെ മോള് തന്നെ, ഭാര്യ തന്നെ ആദ്യം ഗർഭിണിയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ വർഷമോള് രേവതി അങ്ങനെ ആദ്യം ഗർഭിണിയായിട്ട് വരട്ടെ, എനിക്കും പേടിയുണ്ട് അവൾ ആദ്യം ഗർഭിണിയാവുമെന്ന്, അവൾ ആവട്ടെ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുവാണ്. ഭാമയാണെങ്കിൽ എന്ത് ചെയ്യണം, കാരണം രേവതി ഒരു പാവം പിടിച്ച പെണ്ണാണെന്ന് ഭാമയ്ക്ക് അറിയാം. ഏതായാലും ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് പോലെ രേവതിയാണ് വർഷയാണോ ആദ്യം ആവുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.